ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ട് വന്നിരിക്കണേ. അതിനു വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഒരു ക്യാരറ്റ് ഞാൻ നല്ലോണം ചെറുതായിട്ട് ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് റെഡ് ബെൽ പെപ്പർ, യെല്ലോ ബെൽ പെപ്പർ, അടുത്ത കുറച്ച് പനീർ ക്യൂബ്സ് അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണ് ഷേസ്വാൻ സോസ് ഇടുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോയി ചീസ് ഗ്രേറ്റഡ്, ഇതുപോലെ നമുക്ക് നല്ലോണം എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇതേ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സൈഡിൽ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് പീസസ്, അതിനെ ഒരു ഹാർട്ട് കട്ടർ ഷേപ്പ് വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ 2 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു 2 ബ്രെഡ് പീസസും കൈ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് സെൻറ്ററിൽ വെക്കണം, ബിക്കോസ് നമ്മൾ ഇതിനെ റാപ്പ് ചെയ്ത് സീൽ ചെയ്യാൻ പോവാം. സോ ഇത് സീൽ ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് സൈഡിലൊന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടുത്ത ബ്രെഡ് പീസ് വെച്ച് നമുക്കിത് നല്ലോണം സീൽ ചെയ്തെടുക്കാം. സോ നല്ലോണം സൈഡ്സൊക്കെ പ്രസ് ചെയ്തെടുക്കണം, അത് വിടാൻ പാടില്ല. നല്ലോണം ടൈറ്റ്ലി പ്രസ്സായി നല്ല സീലായി കിട്ടണം. ഇതേ നമ്മളുടെ ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹാർട്ട് ഷേപ്പൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി ഹാർട്ട് ഷേപ്പും സർക്കിളും ഒക്കെ ഡിഫറെൻറ്റ് ഷേപ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെ ബ്രെഡ് പീസസും റെഡിയാക്കി എടുക്കാവുന്നതാണ്. സോ ഇതേണ്ട ഞാൻ ഇവിടെ ബ്രെഡ് പീസസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ആ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. സോ ഞാനിവിടെ ഈ ബ്രെഡ് പീസസ് ടോസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പം ബട്ടർ മെൽട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ പീസസ് എല്ലാം ഈ പാനിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലും നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെ എത്ര ക്രിസ്പി വേണം അത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. സോ ബട്ടറും വെജീസൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു സൈഡ് എൻ്റെ ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെജീസൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് വേണമെങ്കിൽ നമുക്കിത് 4 മണിക്കൊക്കെ അവരുടെ ടീ ടൈമിലൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിനകത്തായതുകൊണ്ട് സ്റ്റഫിങ് അകത്തായതുകൊണ്ട് അവർ ആ വെജീസൊക്കെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പും അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പും നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോ എൻ്റെ ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഷ്യൂർലി എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതും എനേബിൾ ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.